നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മലാക്കയിലേക്കാണ്. മലേഷ്യയുടെ തലസ്ഥാനമായ ക്വാലാലംപൂരിൽ നിന്നും ഏകദേശം 140 കിലോമീറ്ററോളം തെക്കുമാറിയാണ് ചരിത്രപ്രസിദ്ധമായ മലാക്ക നഗരം സ്ഥിതി ചെയ്യുന്നത്. തിരക്കേറിയ നഗരക്കാഴ്ചകളിൽ നിന്നും മാറി പാരമ്പര്യവും ചരിത്രവും ഉറങ്ങുന്ന മലാക്കയിലേക്ക് ഞങ്ങൾ നടത്തിയ യാത്രയിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നീണ്ട യാത്രാ ലക്ഷ്യത്തിനൊടുവിൽ ഞങ്ങളുടെ ബസ് മലാക്കയുടെ മണ്ണിൽ എത്തിക്കഴിഞ്ഞു. യാത്രാ ക്ഷീണങ്ങൾക്കപ്പുറം പുതിയ കാഴ്ചകൾ കാണാനുള്ള ആവേശത്തിലാണ് ഓരോരുത്തരും. വണ്ടിയുടെ വാതിൽ തുറന്ന് ഓരോരുത്തരായി ആ പൈതൃക ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. പഴമയുടെയും പുതുമയുടെയും ഇഴചേരലുകൾ കാണിച്ചു തരുന്ന തെരുവുകൾ. ഈ നാടിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട് നീല തൊപ്പികളും ധരിച്ച് ഞങ്ങളുടെ സംഘം ഓരോ ചുവടായി മുന്നോട്ട് നീങ്ങുകയാണ്. ചുറ്റുമുള്ള കാഴ്ചകളും കെട്ടിടങ്ങളും ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ചരിത്രപ്രസിദ്ധമായ ജോങ്കർ വാക്കിന്റെ പ്രവേശന കവാടത്തിന് മുന്നിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. മലാക്കയുടെ സാംസ്കാരിക ഹൃദയത്തിലൂടെയുള്ള ഞങ്ങളുടെ ആവേശകരമായ ഈ നടത്തം ഇവിടെ നിന്നും ശരിക്കും ആരംഭിക്കുകയാണ്. ഈ ചരിത്രവീഥികളിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങൾ കാണാൻ നിങ്ങളും ഒപ്പം പോരൂ. ചരിത്രത്തിന്റെ കവാടങ്ങൾ കടന്ന് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. ഇരുവശത്തും മനോഹരമായ കെട്ടിടങ്ങൾ, ഓരോന്നിനും പറയാൻ നിരവധി കഥകളുണ്ട്. തിരക്കുകൾക്കിടയിലും മലാക്കയുടെ തനിമ ഒട്ടും ചോരാതെ തെരുവുകൾ നമ്മെ സ്വാഗതം ചെയ്യുന്നു. പഴയ കാലത്തിന്റെ വാസ്തുവിദ്യയും ഇന്നത്തെ തിരക്കുകളും ഒരുമിച്ച് ഇവിടെ കാണാം. നടത്തത്തിനിടയിൽ ഒരു ചെറിയ കട ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വ്യത്യസ്തമായ പഴങ്ങളും പച്ചക്കറികളും പിന്നെ ഇവിടുത്തെ തനത് പലഹാരങ്ങളും. ഗുല മെലാക്ക പോലെയുള്ള ഇവിടുത്തെ പ്രത്യേക വിഭവങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർക്ക് കൗതുകം അടക്കാനായില്ല. ഓരോന്നിന്റെയും വിലയും ഗുണമേന്മയും ചോദിച്ചറിഞ്ഞ് അവിടുത്തെ കച്ചവടക്കാരോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാൻ സാധിച്ചത് ഈ യാത്രയിലെ അവിസ്മരണീയമായ നിമിഷമായി മാറി. നാടൻ വിഭവങ്ങളുടെ രുചിയും കാഴ്ചയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നടത്താൻ തുടർന്നു. മലാക്കയുടെ തെരുവുകളിൽ വാഹനങ്ങളുടെയും സഞ്ചാരികളുടെയും വലിയ തിരക്കുകൾ. ഇനിയും ഒരുപാട് കാണാനുണ്ട് ഈ മനോഹര ഗ്രാമത്തിൽ.
ഒട്ടും ബോറടിക്കാതെ ഓരോ ചുവടിലും പുതിയ അറിവുകൾ തേടി മലാക്കയുടെ ഉൾനാടുകളിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. തെരുവിലെ കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മുന്നിലൊരു ചൈനീസ് ക്ഷേത്രം കണ്ടു. അവിടേക്ക് വെറുതെ ഒന്ന് കയറി നോക്കാം എന്ന് കരുതി. ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അകത്തേക്ക് കയറാൻ ചെരുപ്പുകൾ ഊരേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ കാലിൽ തന്നെ കിടന്നോട്ടെ, എവിടെയും മാറ്റി വെക്കേണ്ടതില്ല. ക്ഷേത്രത്തിനുള്ളിലെ ചുവർ ചിത്രങ്ങളും മരപ്പണികളും വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ചുവന്ന മെഴുകുതിരികളുടെ വെളിച്ചവും പ്രത്യേകതരം ഗന്ധവുമെല്ലാം ഇവിടെ ഒരു പ്രത്യേക ഐശ്വര്യം നിറയ്ക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലെ പോലെ വീഡിയോ എടുക്കുന്നതിൽ യാതൊരുവിധ നിബന്ധനകളും ഇവിടെയില്ല. ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഫ്രീ ആയി വീഡിയോ എടുക്കാം. ഇത്തരം അനുഭവങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും. മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണത്. വിശ്വാസം നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ കിടക്കുന്നത്. പിന്നെ അതൊരു വീഡിയോ എടുത്ത് മറ്റുള്ളവരെ കാണിച്ചാൽ എന്താണ് ബുദ്ധിമുട്ട്? നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ഇതിനൊന്നും ആരും അനുവാദം തരാറില്ല. എന്നാൽ ഇവിടെ ആരുടെയും സ്വാതന്ത്ര്യത്തിന് തടസ്സമില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ മനോഹരമായ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തുകയും ചെയ്യാം. ആ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ഇവിടെ എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. ഈ തെരുവുകളിലൂടെ നടക്കുമ്പോൾ അറിയാതെ നമ്മുടെ നാടോർമ്മകളിലേക്ക് മനസ്സ് തിരിച്ചു പോവുകയാണ്. നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന ഈ പഴയ കെട്ടിടങ്ങളും ഇടുങ്ങിയ വഴികളും കാണുമ്പോൾ നമ്മുടെ പഴയകാല ഗ്രാമങ്ങളിലെ ആ ചെറിയ അങ്ങാടികളെയാണ് ഓർമ്മ വരുന്നത്. കാലം എത്ര കഴിഞ്ഞാലും സ്വന്തം തനിമയും പാരമ്പര്യവും കൈവിടാതെ ഒരു ജനത എങ്ങനെയാണ് തങ്ങളുടെ പഴയകാല വീടുകളെയും തെരുവുകളെയും ഇന്നും നെഞ്ചിലേറ്റുന്നത് എന്ന് ഇവരെ കണ്ട് പഠിക്കേണ്ടതാണ്. പഴയ വീടുകളുടെ ആ വരാന്തകളും ചുമരുകളിലെ ആർട്ട് വർക്കുകളും കാണുമ്പോൾ ഏതോ ഒരു പഴയ കാലഘട്ടത്തിലൂടെ നടന്നു പോകുന്ന അനുഭൂതിയാണ്. വീടിനു മുന്നിൽ ഒരു പിടി പച്ചപ്പും പൂച്ചെടികളും നട്ടുപിടിപ്പിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആ ശൈലി, അതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടൻ വീടുകളുടെ ഗൃഹാതുരതയാണ് മനസ്സിലേക്ക് ഓടിവരുന്നത്. പഴമയെ മറക്കാതെ അതിനെ ഇന്നത്തെ തലമുറയ്ക്കും കൂടി പകർന്നു നൽകുന്ന അവരുടെ ഒരു മനസ്സ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഈ പഴമയുടെ ഓർമ്മകൾക്കിടയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ റോഡിൽ നിരനിരയായി കിടക്കുന്ന ആധുനിക വാഹനങ്ങളുടെ ബഹളങ്ങൾ നമ്മെ വീണ്ടും വർത്തമാനകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എങ്കിലും മനസ്സ് മുഴുവൻ ആ പഴയ ഓർമ്മകളുടെ കൂടെ തന്നെയാണ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങളും നിങ്ങളുടെ കുട്ടിക്കാലത്തെയും പഴയ നാടൻ വഴികളെയും ഓർത്തുപോകില്ലേ? ദക്ഷിണ കിഴക്കൻ ഏഷ്യയിലെ ചരിത്രപ്രധാനമായ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നാണ് മലേഷ്യയിലെ മലാക്ക നഗരം. നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന വിദേശാധിപത്യത്തിന്റെ വ്യക്തമായ തെളിവുകൾ ഇന്നും ഈ നഗരത്തിന്റെ വാസ്തുവിദ്യയിലും തെരുവുകളിലും ദൃശ്യമാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ആദ്യമായി മലാക്കയിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചത്. തുടർന്ന് ഡച്ചുകാരും ഒടുവിൽ ബ്രിട്ടീഷുകാരും ഈ പ്രദേശം ഭരിച്ചു.
ഈ 3 യൂറോപ്യൻ ശക്തികളും തങ്ങളുടെ ഭരണകാലത്ത് ഇവിടെ നിർമ്മിച്ച വ്യാപാര കേന്ദ്രങ്ങളും കോട്ടകളും വസതികളും ഇന്നും അതേപോലെ നിലനിർത്തുന്നു എന്നത് മലാക്കയുടെ പ്രധാന പ്രത്യേകതയാണ്. നാം ഇപ്പോൾ ഈ കാണുന്ന ഇടുങ്ങിയ തെരുവുകളും പഴമ മാറാത്ത കെട്ടിടങ്ങളും ആ പഴയകാല കൊളോണിയൻ ഭരണകൂടങ്ങളുടെ നേരിട്ടുള്ള തിരുശേഷിപ്പുകളാണ്. അന്നത്തെ വാസ്തുവിദ്യാ ശൈലി ഒട്ടും ചോർന്നു പോകാതെ അതേ തനിമയോടെ ഇന്നും സംരക്ഷിക്കപ്പെടുന്ന ഈ ചരിത്ര നഗരം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഇടം പിടിച്ചിരിക്കുന്നു. ചരിത്രത്തിന്റെ ശേഷിപ്പുകൾക്കിടയിലൂടെ ഇടുങ്ങിയ റോഡുകളിൽ ആധുനിക വാഹനങ്ങളുടെ സാന്നിധ്യം ദൃശ്യമാണെങ്കിലും മലാക്കയുടെ തനതു രൂപത്തിന് മാറ്റം വന്നിട്ടില്ല. ചരിത്രവും വർത്തമാനവും ഇഴചേർന്നു നിൽക്കുന്ന ഈ നഗരം ഒരു തുറന്ന പുസ്തകം പോലെയാണ് സഞ്ചാരികൾക്ക് മുന്നിൽ അനാവൃതമാകുന്നത്. ഈ മനോഹര വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മുഴുവൻ വീഡിയോയും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് ഒരു കമന്റിലൂടെ പങ്കുവെക്കുക.
നൂറ്റാണ്ടുകളുടെ ചരിത്രവും കൊളോണിയൽ കാലഘട്ടത്തിന്റെ ശേഷിപ്പുകളും ഉറങ്ങുന്ന മലാക്കയുടെ മനോഹരമായ തെരുവുകളിലൂടെയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർത്തിയാവുകയാണ്. കാലം എത്ര കഴിഞ്ഞാലും സ്വന്തം പാരമ്പര്യവും തനിമയും കൈവിടാതെ സൂക്ഷിക്കുന്ന ഈ ചരിത്ര നഗരം നമുക്ക് സമ്മാനിച്ചത് വേറിട്ടൊരു അനുഭവമാണ്. ഈ യാത്രാവിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ കാഴ്ചകൾ മുഴുവൻ ആസ്വദിക്കാൻ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂടെയുണ്ടായിരുന്നതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള മനോഹരമായ യാത്രാവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുത്തല.